സജി ചെറിയാന്റെ തട്ടകത്തിൽ കയറി പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുധാകരൻ. ആലപ്പുഴയിൽ CPM-ന്റെ അടിവേര് തോണ്ടുന്നത് സുധാകരനായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളും. സജി ചെറിയാന്റെ തട്ടകമാണ് ചെങ്ങന്നൂർ. അവിടെ കയറിയാണ് സുധാകരൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും തടുക്കാനാകാത്ത വിധം കത്തിക്കയറുകയാണ് മുൻ മന്ത്രി. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പിടിമുറുക്കിയതോടെ സുധാകരന്റെ പ്രസക്തി കുറഞ്ഞു. കലിയിളകി നിൽക്കുന്ന സുധാകരൻ കത്തിക്കയറുമ്പോൾ പാർട്ടി സെക്രട്ടറിക്കും തടുക്കാനാകുന്നില്ല. CPM നേതൃത്വത്തിന് കൊള്ളുന്ന തരത്തിലുള്ള പല ഇടപെടലുകളും അടുത്തിടെയായി സുധാകരൻ നടത്തുന്നുണ്ട്. MT വാസുദേവൻ നായരെ വിമർശിക്കരുതെന്ന് CPM നിലപാട് പോലും സുധാകരൻ മുഖവിലക്കെടുത്തില്ല. MTയെ പൊതുവേദിയിൽ വിമർശിക്കുകയായിരുന്നു. ഇത്തരം ഇടപെടലുകളെ സംശയത്തോടെയാണ് CPM-ന്റെ ഒരു വിഭാഗം കാണുന്നത്. രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണെന്ന് മുൻമന്ത്രി സുധാകരൻ പറഞ്ഞതും പാർട്ടിക്കുള്ള വിമർശനമാണ്. ചെങ്ങന്നൂർ സർഗവേദി മുൻ MLA KK രാമചന്ദ്രൻ നായരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു CPM-നിട്ട് സുധാകരൻ കുത്തിയത്. രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളുമാണ്. പ്രോട്ടോക്കോൾ സർക്കാർ പരിപാടികളിൽ മാത്രമുള്ളതാണെന്നും സുധാകരൻ ഈ യോഗത്തിൽ പറഞ്ഞു. ചെങ്ങന്നൂരിലെ CPM പ്രമുഖനായ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണത്തിൽ സുധാകരൻ എങ്ങനെ എത്തിയെന്നതും പരിശോധിക്കുമെന്ന് പാർട്ടി പറയുന്നു. ഏതായാലും സുധാകരന് വേദികൾ അനുവദിക്കുന്നതിൽ പലവട്ടം ആലോചിക്കണമെന്ന് അടുപ്പക്കാർക്ക് CPM-ലെ ഒരു വിഭാഗം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പിടിമുറുക്കിയതോടെ സുധാകരന്റെ നില പരുങ്ങലിലാണ്. CPM സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ സുധാകരൻ കുറച്ചുകാലം പൊതുപരിപാടികളിൽ അത്ര സജീവമായിരുന്നില്ല. എന്നാൽ ഈയിടെയായി പല പരിപാടികൾക്കും എത്തുന്നുണ്ട്. സജി ചെറിയാന്റെ തട്ടകമാണല്ലോ ചെങ്ങന്നൂർ. അവിടെയും സുധാകരൻ എത്തി നല്ല ഒന്നാന്തരം പണിയാണ് കൊടുക്കുന്നത്. MTയുടെ വിഷയത്തിലും സുധാകരനെതിരെ രംഗത്ത് വന്നത് സജി ചെറിയാനാണ്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഇടപെടലുകൾ സജി ചെറിയാൻ അനുകൂലികൾ ഗൗരവത്തോടെയാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രസവ ശസ്ത്രക്രിയക്കിടെ ഫാർമസിസ്റ്റ് മരിച്ചിരുന്നു. ഇത് വിവാദമായി. ഈ വീട്ടിലും സുധാകരൻ എത്തിയിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ താൻ ഉണ്ടാകുമെന്ന സൂചനയാണ് സുധാകരൻ ഇതിലൂടെ നൽകുന്നത്. ചെങ്ങന്നൂരിലെ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണ ചടങ്ങിലും ഒളിയമ്പാണ് സുധാകരൻ ഉയർത്തിയത്. ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അതിനെക്കുറിച്ചൊന്നും അറിയാത്ത നേതാക്കൾക്കാണ് പരിഗണന. സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട സാംസ്കാരിക പ്രവർത്തകനെ അവിടെ പരിഗണിക്കുന്നില്ല. പണ്ടിങ്ങനെ ആയിരുന്നില്ല. സംസാരിക്കാൻ ഒഴിഞ്ഞുകൊടുക്കുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് KK രാമചന്ദ്രൻ നായരുടെ മഹത്തരം തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൈമുതൽ സ്വഭാവശുദ്ധിയായിരുന്നു. ഇതായിരുന്നു സുധാകരന്റെ പ്രസംഗം.